ശരിയാണ്, പ്രവീണിട്ട ഒരു വീഡിയോ ഞാൻ പോയി കണ്ടു. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഞാൻ വീഡിയോ ഇട്ടു. ഒരു അമ്മായി അല്ലെങ്കിൽ ലോകത്ത് ഒരമ്മ അല്ലെങ്കിൽ 10 പേര് അങ്ങനെ ആയി എന്ന് പറഞ്ഞ് എല്ലാ അമ്മമാരും അങ്ങനെ ആവുമോ മക്കളെ? പക്ഷെ എനിക്ക് പ്രവീണിനോട് റിക്വസ്റ്റ് ഉള്ളത്, അവിടെ സ്പോട്ടിൽ ആ കുടുംബം വന്ന് നിൽക്കും നിന്റെ ഒപ്പം. കണ്ടെത്തിയിട്ടല്ല അവരൊരിക്കലും വീഡിയോ ചെയ്തിട്ടുള്ളത്. അത് ആരോടും റിയാക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഫെയറി ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഹാപ്പി വിത്ത് ശ്രീ അങ്ങനെ ഒരു ചാനൽ നിങ്ങൾക്കറിയോ? ഞാൻ സ്ഥിരമായിട്ട് കാണാറുള്ളതാണ് കേട്ടോ. അതിൽ ശ്രീയുടെ അമ്മ പറയുന്ന ഒരു ഡയലോഗുണ്ട്, അമ്മ വീണ്ടും വന്നിട്ടോ, ഓർക്കുന്നുണ്ടോ? അതുപോലെ ഞാനും പറയുകയാണ്, ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഒരു പ്രശ്നത്തിനുമില്ല, ഒരു കോൺട്രവേഴ്സിക്കും അല്ല, വളരെ സമാധാനപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതൊക്കെ തന്നെ വളരെ ചുരുക്കി പറഞ്ഞിട്ട് ഞാനങ്ങ് പൊയ്ക്കോളാം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയാൻ പോകുന്നത്, ഒരുപാട് പേരോട് ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കുറേ പേരൊന്നും അതെന്താണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് എനിക്ക് കമൻറ്റിൽ തോന്നിയത് കേട്ടോ. ചേച്ചി എന്തിനാ ഇതൊക്കെ കഴിഞ്ഞ സബ്ജക്റ്റ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം ഞാൻ അന്ന് ജസ്റ്റ് പറയാം. അതായത് ഞാനൊരു വീഡിയോ, ഞാൻ അവരുടെ പഴയ സബ്ജക്റ്റൊന്നും കുത്തിപ്പൊക്കിക്കൊണ്ട് ഒന്നേന്നിട്ട വീഡിയോ അല്ല, പകരം ഞാനുണ്ടല്ലോ പ്രവീണിൻ്റെ ഈ അടുത്ത കാലത്തുള്ളൊരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്തുള്ള ഒരു ചെറിയൊരു മാറ്റർ എനിക്കത് ലോജിക്കല്ലാതെ ഓഡിയൻസിന് പറയുന്നത് പോലെ തോന്നി. അപ്പോൾ ഞാൻ അത് പ്രതികരിച്ചു. അതെനിക്ക് ചാനലുള്ളത് കൊണ്ട് ഞാൻ പ്രതികരിച്ചു. ചാനലൊക്കെ ഇല്ലാത്ത ഒത്തിരി 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 ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻസിലൂടെ എനിക്ക് മനസ്സിലായി. എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു ആൻസർ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇനി ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു എന്ന് പറഞ്ഞത്, ഈ ഒരു വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 2 ലക്ഷത്തിന് മേലിൽ റീച്ച് ഉണ്ടായി. ആ ഒരു വീഡിയോയ്ക്ക് 2.5 ലക്ഷത്തോളം ആൾക്കാർ കണ്ടു. പിന്നെ 1000-ന് മേലിൽ കമൻസ് വന്നു. ഒരുപാട് പേര് അത് നല്ല അഭിപ്രായം പറഞ്ഞു. കാരണം ഇതിനകത്ത് നമ്മളൊരു കുട്ടികളുടെ ഒരു ഇഷ്യൂ ആണല്ലോ ഇടുന്നത്. അതിനകത്ത് നല്ല അഭിപ്രായം എന്നതിനേക്കാളുപരി ഞാൻ എൻ്റെ തെറ്റ് ചെയ്തോ എന്നെനിക്കൊരു തോന്നലുണ്ടായിരുന്നു സത്യമായിട്ടും. കാരണം ഞാൻ അങ്ങനെ ഒരു ഇഷ്യൂ പറഞ്ഞു, പ്രവീണിൻ്റെ ഒരു കുറച്ച് വാക്കുകൾ വേദനിപ്പിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു. പക്ഷെ അത് പ്രവീൺ എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്ത സമയത്ത് ഞാൻ അത്രയും വലിയ തെറ്റാണോ ചെയ്തത് നമുക്കറിയില്ലല്ലോ. അത്രയും വലിയൊരു തെറ്റായിരുന്നു. എന്നെ തന്നെ എനിക്ക് പറഞ്ഞ് ബോധിപ്പിക്കാൻ ഇച്ചിരി പാടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ഞാൻ ചെയ്തത് തെറ്റാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ ആരെയും അങ്ങനെ വേദനിപ്പിക്കാത്ത ഒരാൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ചേച്ചി അങ്ങനെ ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ഓരോരോ കമൻസ് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സമാധാനമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നെ അങ്ങനെ സമാധാനിപ്പിച്ചതിനും. എൻ്റെ ചാനലിനകത്ത് എന്താ പറയുക, ഞാൻ സാധാരണ ഒരു ചാനലായിരുന്നു, ഞാൻ പറഞ്ഞില്ല, സാധാരണ ഒരു ചാനൽ തന്നെയായിരുന്നു. അത്രയും റീച്ചോ കാര്യങ്ങളോ ഒന്നും ആഗ്രഹിച്ചിട്ട് ചെയ്തതുമല്ല. ഒരിക്കലും ഞാൻ അങ്ങനെ റീച്ച് ആഗ്രഹിച്ച് ചെയ്ത ഒരു സബ്ജക്റ്റ് അല്ല. എനിക്ക് തോന്നി അങ്ങനെ പറയാം. ആ കുട്ടികൾ കാണുന്നതാണെങ്കിൽ ആ കുട്ടികളുടെ എന്താ പറയുക, റൂട്ട് ശരിയല്ലെന്ന് തോന്നിയതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് ജനങ്ങൾ ഇത്രയും ഏറ്റെടുക്കുമെന്നോ. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു കാര്യം എന്നറിയാമോ? ഓക്കെ, ഞാനൊരു വീഡിയോ ഇട്ടു, അത് ഇങ്ങനെ താഴെ കമൻസ് വരുന്നു, ഞാൻ അതിനെ കമൻസിനൊക്കെ റിപ്ലൈ ചെയ്തു. ഓക്കെ, അങ്ങനെ പൊയ്ക്കോട്ടിരുന്ന സമയത്ത് നമ്മളിങ്ങനെ ട്രോൾ ചെയ്ത് നോക്കുമല്ലോ. ട്രോൾ ചെയ്ത് ഇങ്ങനെ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് റിയാക്ഷൻ വീഡിയോയിൽ ഞാൻ ആദ്യം കണ്ടത് ദേവ് സ്റ്റോക്കിലെ ദേവാണെന്ന് തോന്നുന്നു. ദേവ് എനിക്ക് ഇങ്ങനെ എൻ്റെ ഒരു പിക്ചർ ആ ഒരു വീഡിയോയ്ക്കകത്ത് കണ്ട് ഞാൻ സത്യം ഞെട്ടിപ്പോയെന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞു, മോളെ ഞാൻ തീർന്നു, എനിക്കിനി എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ വിചാരിച്ചു തീർന്നു, എൻ്റെ ദൈവമേ, അയ്യോ ഞാനെങ്ങനെ ഈ ചാനലിൽ വന്നേ എന്നുള്ളൊരു, നമുക്ക് അങ്ങനെ ഒരു ശീലമില്ലല്ലോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. നമ്മളൊരു നെഗറ്റീവ്സ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ലല്ലോ. ആദ്യം ഞാനത് കണ്ടതും ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു തീർന്നു, എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ആ വീഡിയോ മൊത്തം ഇരുന്ന് ശ്വാസം അടക്കി പിടിച്ചാണ് കണ്ടത്. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അതിനകത്ത് അതിനകത്ത് ഒരു ഭാഗം എന്നെ കുറ്റം പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് നോക്കിയപ്പോൾ മൂപ്പൻസ് ബ്ലോഗിനകത്ത് എൻ്റെ ഭഗവാനെ ഞാനങ്ങ് എനിക്കറിയില്ല, ഞാൻ ഞെട്ടിത്തരിച്ച് നിന്നുപോയ കുറച്ച് നിമിഷങ്ങളാണ്. അതും കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ ഷഫീന ബീവിയും മൂപ്പൻസ് ഇവരെല്ലാവരും ഞാൻ എപ്പോഴും കാണുന്ന ചാനലുകളാണ്. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് അതുൽ ബ്ലോഗ്, പിന്നെയും 1-2 പേരുണ്ടായിരുന്നു കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ കണ്ണാടി വെച്ചോട്ടെ, എനിക്ക് കണ്ണാടി വയ്ക്കാതെ കാണാൻ പറ്റില്ല. നൗഫി യാഗ് ബ്ലോഗ്സ്, പിന്നെ ഡാനി സത്ത്,
അങ്ങനെ ഇത്രയും പേരാണ് ഞാൻ കണ്ടത്. ആക്ച്വലി ഇവരുടെയൊക്കെ വീഡിയോസ് ഞാൻ സ്ഥിരം കാണാറുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുമാണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എടുത്ത് റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞാനങ്ങ് അയ്യോ ഇതെന്താ ഇങ്ങനെ, അത്രയും വലിയൊരു കാര്യമൊക്കെ ആയിരുന്നു ഇങ്ങനെ. പക്ഷേ എനിക്ക് അതിനകത്ത് ഒരു സന്തോഷം തോന്നിയൊരു കാര്യം എന്താ അറിയാമോ, ഈ ഷബീനയാകട്ടെ നമ്മുടെ അതിലാകട്ടെ ഇവരെല്ലാവരും അവർ ഒരു സബ്ജക്റ്റ് എടുത്ത് അവർ ഒരേ സബ്ജക്റ്റ് എല്ലാവരും കൈകാര്യം ചെയ്യുന്നവരാണ്. പക്ഷേ ഇവർക്കൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആ ഒരു സബ്ജക്റ്റിനകത്ത് ഉണ്ടാകാറുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഒരേ സബ്ജക്റ്റ് പലരിലും ഞാൻ കേട്ടിട്ടുണ്ട്. അതിനകത്ത് ഒരാൾ പറയുന്നതായിരിക്കില്ല ഒരാൾക്ക് ശരിയെന്ന് തോന്നുന്നതല്ല മറ്റൊരാൾക്ക് ശരിയെന്ന് തോന്നുന്നത്. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഈ ഒരു പ്രശ്നത്തിൽ ഈ പറഞ്ഞ 5 പേരും 5 or 6 പേരുണ്ട് കേട്ടോ, അത്രയും പേരും ഒരേ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്കങ്ങ് എന്താ പറയുക, എനിക്കിനി യൂട്യൂബും വേണ്ട ഒന്നും വേണ്ട, അത്രമാത്രം. കാരണം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നിങ്ങനെ ആലോചിച്ചു. പക്ഷേ ഇവരുടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടായിരുന്നില്ല ഇവരെ നേരത്തെ നന്നായിട്ട് അലക്കും. എനിക്കറിയാം. ഞാനിവരുടെ ചാനലുകൾ കാണുന്നതാണല്ലോ, വീഡിയോസ് കാണുന്നതായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അങ്ങനെയാണ് ഓരോന്ന് കണ്ട് ശ്വാസം അടക്കി പിടിച്ചിട്ടാണ് ലാസ്റ്റ് വരെ കണ്ടത്. അല്ലെങ്കിൽ മൂപ്പൻ സ്മോക്ക് മാത്രം എന്തോ ജസ്റ്റ്. പക്ഷെ അത് അദ്ദേഹം അങ്ങനെ വേറൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊക്കെ അത്, എന്നാലും ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് നിങ്ങൾ ആരെങ്കിലും അവരുടെ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഓരോരോ ചെറിയ കുഞ്ഞ് സാധനം ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾ ചിലപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിലോ. സംശയമുണ്ടെങ്കിൽ പ്രവീൺ ആരോടെങ്കിലും ഒരു വഴക്കിട്ട് നോക്കുക, അവിടെ സ്പോട്ടിൽ ആ കുടുംബം വന്ന് നിൽക്കും നിന്റെ ഒപ്പം. നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടിട്ട സാധനങ്ങളെ എടുത്തു വച്ചിട്ടാണ് അവർ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് കയറി അവിടെ വന്ന് ഒളിക്യാമറ വെച്ച് കണ്ടെത്തിയിട്ടല്ല അവരൊരിക്കലും വീഡിയോ ചെയ്തിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തിട്ട് അത് ആരും എടുത്ത് സംസാരിക്കാൻ പാടില്ല, അത് ആരും എടുത്ത് റിയാക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. റിയാക്ഷൻ വ്ളോഗേഴ്സ് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കാണുന്ന എന്തൊരു വിഷയത്തെക്കുറിച്ചും എടുത്ത് സംസാരിക്കും. അത് സഭ്യമായ ഭാഷയിൽ സംസാരിക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. ഇവിടെ ഈ ചേച്ചിയും ആ വീഡിയോയ്ക്കകത്ത് മോശമായിട്ടൊന്നും സംസാരിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആയാലും നമുക്കിതൊരു വലിയ പഠിത്തമാണ്. എസ്പെഷ്യലി എന്നെ പോലുള്ള ഒരു പേരന്റിന് വലിയ പഠിത്തമാണ്. എനിക്ക് 2 ആൺമക്കളാണ്, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നുള്ളത് വ്യക്തമാണ്. എനിക്ക് പ്രവീണിനോട് റിക്വസ്റ്റ് ഉള്ളത്, അവര് നിങ്ങളുടെ തന്നെ വിമർശനങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വന്നതിന്റെ ഭാഗമായിട്ട് അവർ വിമർശിച്ചിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഈ വിഷയങ്ങൾ കൊണ്ടിട്ടത് അവർ തന്നെയാണ്, ചേട്ടനും അനിയനും. അത് പിന്നെ അതെല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ആ സമയത്ത് റിയാക്ട് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. കണ്ടില്ലേ, ഇവരാരെങ്കിലും എന്നെപ്പറ്റി എന്തെങ്കിലും മോശമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു നിങ്ങൾ ആ വ്ളോഗ് കണ്ടാൽ അറിയാം. അവരുടെ ചാനലിൽ ആരും തന്നെ ഒരേ അഭിപ്രായം പറഞ്ഞ ഒരു സബ്ജക്റ്റ് എൻ്റേതായിരുന്നു. ശരിക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇത്രയും പേർക്കും. പിന്നെ ഇതിനകത്ത് പോസിറ്റീവ് കമൻസ് ഇട്ട് എന്നെ ഒരു സമാധാനപ്പെടുത്തിയ ഒത്തിരി പേര്, ആയിരക്കണക്കിന് പേർക്ക് എൻ്റെ ഹൃദയത്തെ തൊട്ട് ഞാൻ നന്ദി പറയുവാണ്. ഇന്നിങ്ങനൊരു വീഡിയോ ഇട്ടതും ഞാൻ ഇനി നന്ദി പറയാനും നെഗറ്റീവ് കമൻസിനുള്ള കുറച്ച് മറുപടിയായിട്ട് മാത്രം ഇട്ടതാണ് കേട്ടോ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു യൂട്യൂബൊക്കെ തുടങ്ങിയിട്ട് ഒരു 1 ലക്ഷമൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ സിൽവർ ബട്ടൺ അങ്ങനത്തെ പ്ലേ ബട്ടൺസ് ഒക്കെ കിട്ടത്തില്ലേ, അപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ, എനിക്ക് അതിനേക്കാളും വലിയ സന്തോഷമാണ് ഈ റിയാക്ഷൻ വീഡിയോ ചാനലുകാർ എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി. കാരണം ദേവസമൊക്കെ പറയുന്നുണ്ട് വളരെ മാന്യമായിട്ടാണ് ആ ചേച്ചി വന്ന് ഇടപെട്ടത് പോയത് എന്നൊക്കെ. കാരണം ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ഫെയർ ആയിട്ടുള്ള കാര്യമേ ചെയ്തിട്ടുള്ളൂ, അൺഫെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അങ്ങനെ ഒരു ഫാമിലിയിൽ മൂപ്പൻസ് ബ്ലോഗ് പറഞ്ഞ പോലെ ഞാൻ മൂപ്പനില്ല അതിന് പറഞ്ഞതുപോലെ ഞാൻ അവിടെ ഒളിക്യാമറ വെച്ചിട്ട് അങ്ങനെ ഒന്നും ഞാൻ ചെയ്തതല്ല. അവർ പറഞ്ഞ ഒരു ചെറിയൊരു സബ്ജക്റ്റ് അതെടുത്ത് ഞാൻ ചെയ്തു. അത് അവർക്ക് നെഗറ്റീവ് ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, അത് അവർക്കേ അറിയാവൂ. ഉണ്ടായി കാണാം, മേ ബി, എനിക്കറിയില്ല. പക്ഷേ ഒരുപാട് ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തു. എൻ്റെ ചാനൽ എന്താ പറയുക, കുറേ പേര് അറിയപ്പെടുന്ന ഒരു ചാനലായി മാറി. ഒത്തിരി താങ്ക്സ്. എന്താ പറയുക, ഒരു നെഗറ്റീവ് കാര്യത്തിനാണെങ്കിലും എനിക്ക് സപ്പോർട്ട് ചെയ്തവരോട് എനിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് വേറൊരു കാര്യം എന്താ അറിയാമോ, ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം വീണ്ടും ഞാനത് പൊക്കിക്കൊണ്ട് വരുന്നത് ഒന്നുമല്ല. ഇതിനകത്ത് എൻ്റെ ഒരു ക്യാരക്ടർ എന്താണെന്നറിയാമോ, നമുക്കൊരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് റെസ്പോണ്ട് ചെയ്യാതിരുന്ന വല്ലാത്തൊരു ഇതാണ് കേട്ടോ. അതെൻ്റെ കാരണം നമുക്കധികം കമൻറ്റ്സ് വരാത്തതുകൊണ്ടായിരിക്കുമോ, അങ്ങനെയല്ല, അതുകൊണ്ടല്ല. ഞാൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ എനിക്കൊരു ഗ്രൂപ്പുണ്ട്, സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ അഡ്മിൻ ആണ്. അപ്പോൾ അഡ്മിൻ ആകുമ്പോൾ നമുക്കറിയാം ഒരുപാട് പേര് ഇങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ ഇടും, അതിനകത്ത് കമൻറ്റ്സ് ഇടും. ഞാൻ എല്ലാത്തിനും ഞാൻ റിപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒന്നും ഞാൻ വിടാറില്ല. എനിക്ക് വിട്ട് എന്തോ ഒരു വല്ലാത്തൊരിതാണ്. കാരണം നമുക്ക് വേണ്ടിയിട്ട്
കുറച്ച് അവരുടെ ഒരു ജസ്റ്റ് ഒരു സെക്കൻഡ് ആണെങ്കിൽ പോലും അവരത് എടുത്ത് ടൈപ്പ് ചെയ്ത് ഇടുന്നതാണ് അല്ലേ. കുറച്ചൊക്കെ ചിലരൊക്കെ ഒരുപാട് എഴുതാറുണ്ട്. ഞാൻ വിചാരിക്കും നമ്മളുമായിട്ടല്ലേ ഒരു കോൺവെർസേഷൻ അവർ നടത്തുന്നതും, അപ്പോൾ നമ്മുടേതായിട്ടുള്ളൊരു കുഞ്ഞു ടൈമും കൂടെ അവർക്ക് വേണ്ടി ചിലവാക്കണ്ടേ. അങ്ങനെ വിചാരിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ കമൻസൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്തു, എല്ലാത്തിനും ഞാൻ ലവ് ഇടാൻ തുടങ്ങി. അപ്പോൾ കുറേ പോസിറ്റീവ് കമൻസ്, നെഗറ്റീവ് കമൻസ് വളരെ വളരെ കുറവാണ്. അത് തന്നെ ഒരേ ഐഡിയയിൽ കുറേ പ്രാവശ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകൾ കാണുമ്പോൾ വിചാരിക്കും ഒരുപാട് നെഗറ്റീവ് കമൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഞാനത് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് ഒരേ ഐഡിയ ആയിരിക്കും 5ഉം 6ഉം തവണ അവർ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇടുന്നതാണ്. അപ്പം നെഗറ്റീവ് കമൻറ്റ്സ് വളരെ കുറവ് തന്നെയാണ് പറയാം. പോസിറ്റീവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്നാലും നെഗറ്റീവ് കമൻറ്റ്സിനെ ഞാൻ മാനിക്കുന്നു. കാരണം അത് അവരുടെ അവകാശമാണ് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നത്. ഇതേ ഇഷ്യൂലാണല്ലോ ഞാൻ പ്രവീണുമായിട്ടും ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് നെഗറ്റീവ് കമൻറ്റ്സിനും പോസിറ്റീവ് കമൻറ്റ്സിനും ഒക്കെ ഞാൻ റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ അടുത്ത കാലത്താണ് ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് ഇതിനകത്ത് ഇടപെട്ടിട്ട് എൻ്റെ ഈ ഐഡിയ എല്ലാം കൂടെ അവൻ്റെ കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ നോക്കാനായിട്ട് വേണ്ടി ഐഡിയ എല്ലാം അതിനകത്ത് കയറ്റിയായിരുന്നു. ഇങ്ങനെ നോക്കിയ സമയത്താണ് അമ്മ ഇരുന്നും കൊണ്ട് നെഗറ്റീവിനും പോസിറ്റീവിനും ഒക്കെ കമൻറ്റ് റിപ്ലൈ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുകൊണ്ട് അതുപോലെ എല്ലാത്തിനും ഞാൻ ലവ് ഇടുന്നു. അങ്ങനെ അവൻ വന്ന് എന്നോട് പറഞ്ഞു, അമ്മ അങ്ങനെ ഇടരുത്, അത് ശരിയല്ല. അമ്മ എന്തിനാ ഇരുന്ന് എല്ലാവർക്കും ഇങ്ങനെ ലവ് ഇട്ടുകൊണ്ടിരിക്കുന്നത്, പോസിറ്റീവിനും നെഗറ്റീവിനും ഒക്കെ ഇങ്ങനെ ലവ് ഇടുന്നതിനാ. ഞാൻ പറഞ്ഞു, മോനെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടണ്ടേ, അങ്ങനെയല്ലേ അതിൻ്റെ ഒരു കണക്ക്. നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നു എന്ന് വിചാരിച്ച് അവരെ നമ്മൾ അങ്ങനെ മാറ്റി നിർത്താൻ പറ്റുമോ? അവർക്ക് ആൻസർ കൊടുക്കണ്ടേ. അയ്യോ അമ്മ അങ്ങനെ കൊടുക്കരുത്, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വിചാരിക്കും അമ്മ ഇങ്ങനെ വായിക്കാതെ, അതായത് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അമ്മ ഇങ്ങനെ ലവ് ചെയ്യുമ്പോൾ അവർ വിചാരിക്കും അമ്മ ഒന്നും വായിക്കാതെ ഇങ്ങനെ ലവ് അടിച്ച് പോവുകയാണ്. അമ്മ വായിച്ചിട്ടല്ലേ ഈ ലൈക്ക് ചെയ്യുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതിൽ ലൈക്ക് ചെയ്യുക, അല്ലാതുള്ളത് അങ്ങനെ ഇട്ടേക്കുക. എനിക്കതൊന്നോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അത് വേണം, അങ്ങനെ ആയാൽ അവർക്ക് വിഷമാവില്ലേ മോനെ. അപ്പോഴാണ് അവന് അങ്ങനെ വിഷം, കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് അവരെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ അവൻ പറഞ്ഞു. ഓക്കെ, എനിവേസ് ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു. അങ്ങനെയാണെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യുക, അവരുടെ കമൻറ്റ്സ് അവരുടെ ഏതൊക്കെയാണ് അമ്മയെ ഇങ്ങനെ ഹർട്ട് ചെയ്യുന്നതും അമ്മ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുക. അവരുടെ കമൻസിനുള്ള മറുപടി ആയിട്ട് അങ്ങ് ചെയ്തോ, അപ്പോൾ തീരുമല്ലോ ഈ ഒരു പ്രശ്നം. കാരണം എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, ആരെങ്കിലും എന്നോട് നീ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ, അവർ ചോദിക്കുന്ന ചോദ്യം എനിക്ക് ആൻസർ ഉണ്ട്, അപ്പം പറയാനും പറ്റുന്നില്ല. ഒത്തിരിയുണ്ട് ഇങ്ങനെ പലരും ചോദിക്കുമ്പോൾ ഒരേ ക്വസ്റ്റ്യൻ ആയിരിക്കും, അത് പല വകഭേദങ്ങളിലായിരിക്കും, എല്ലാത്തിൻ്റെയും മീനിങ് ഒന്നാണ്. അപ്പോൾ എനിക്കതിങ്ങനെ പറയാതിൻ്റെ ഒരു വല്ലാത്തൊരു ഇതായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അല്ലാതെ ഞാൻ റീച്ച് കിട്ടാനോ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട, അങ്ങനെയൊന്നും ഉള്ള ആളുമല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഒന്ന് നന്ദി പറയാനുള്ള ഒരു സെക്ഷൻ കഴിഞ്ഞു. ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും. പിന്നെ രണ്ടാമത് ഞാൻ കുറച്ച് നെഗറ്റീവ് കമൻസിന് എൻ്റേതായിട്ടുള്ളൊരു അഭിപ്രായം പറയാം. ആദ്യമേ അത് പറയുമ്പോൾ വീണ്ടും ചിലപ്പോൾ അവരുടെ ആ ഒരു ഫാമിലിയിലോട്ടൊക്കെ ചിലപ്പോൾ ടച്ചായി പോകും കേട്ടോ. അത് വീണ്ടും ഞാൻ എടുത്തിടുന്നതല്ല, എനിക്ക് അങ്ങോട്ടൊരു ആഗ്രഹവും ഇല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ മൂപ്പൻസ് പറഞ്ഞ പോലെ ആ ചേച്ചി വന്ന ആ ഒരു സമയത്തുള്ള ഒരു ഇതിനകത്ത് പറഞ്ഞതായിരിക്കും ചേച്ചി. ചിലപ്പോൾ അങ്ങനെ ഞാൻ അതിനകത്തൊരു ഇനിയൊരു ഈ ചാനൽ പോയി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഒരു ചാനൽ തുടങ്ങി, അതിനകത്ത് ഞാൻ ഇരുന്നും കൊണ്ട് അവരുടെ നെഗറ്റീവ്സ് മൊത്തം പറയുമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നിട്ട് മൂപ്പൻസ് പറയുന്നുണ്ട് ഇങ്ങനെ, അത് ചേച്ചി ചിലപ്പോൾ വെറുതെ ശരിയാ, വെറുതെ പറഞ്ഞത് തന്നെ, വെറുതെ എന്നുള്ളതല്ല, നമ്മുടെ ആ ഒരു ടൈമിലുള്ള ആ ഒരു വിഷമവും കാര്യങ്ങളും വെച്ച് പറഞ്ഞതാണ്. അല്ലാതെ ഇപ്പം 10 days എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. 10 days കഴിഞ്ഞാൽ ഇനി ഒരു 2 days കൂടെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഈ ഒരു കമൻസിനുള്ള മറുപടി ഒത്തിരി ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. പക്ഷേ ചാനൽ പോകത്തില്ലായിരിക്കും എന്നാണ് തോന്നുന്നത്, ഇത്രയും ദിവസമായില്ലേ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. അപ്പോൾ ഇനി ഞാൻ നെഗറ്റീവ് കമൻസിനുള്ള മറുപടി പറയാം കേട്ടോ. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പൊയ്ക്കോളാം. അതെ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ മൊബൈലിൽ ഇങ്ങനെ ഈ ആൾക്കാരൊക്കെ മൊബൈൽ എടുത്ത് വെച്ച് നോക്കുന്നത് എനിക്ക് അത്രയ്ക്ക് പിടുത്തമുള്ളൊരു കാര്യമല്ല. എനിക്കത് പറ്റത്തില്ല. അത് പിന്നെ ഫിംഗർ പ്രിൻ്റ് ഇട്ട് അതിനെ കൂടാതെ ഓഫായി പോകും, എനിക്കതറിയില്ല. ഓക്കെ, അതുകൊണ്ട് ഞാനിങ്ങനെ ചുരുക്കി ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ വായിട്ടാം. ഫസ്റ്റിലുള്ളത് കുറച്ച് പേര് എഴുതിയിരിക്കുന്നത്, ചേച്ചി എല്ലാം ഗസ് ചെയ്ത് പറയുന്നു. ചേച്ചി ഇങ്ങനെ അവരുടെ വീട്ടിലെ കാര്യം അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെ കുറച്ച് ഗസ് ചെയ്ത് പറയുന്നു എന്ന് പറഞ്ഞ് എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മളെല്ലാവരും ഗസ് ചെയ്തിട്ടല്ലേ ജീവിക്കുന്നത്? നമ്മൾ എന്ത് കാര്യം എടുത്താലും നമുക്കറിയാം ഗസ്സിങ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഈവൻ ഒരു ചെടി മേടിച്ചാൽ പോലും നമ്മൾ അതിനെ കൊണ്ടുവച്ചിട്ട് നമ്മുടെ മനസ്സിനകത്ത് പോകുന്നത് ആ ചെടി വളർന്ന് പന്തലിച്ച് കുഞ്ഞായിരിക്കും, ഒരു ചെറിയ പ്ലാന്റാണ്, പക്ഷെ അത് വളർന്ന് പന്തലിച്ച് അതിനകത്ത് നിറച്ച് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ നിറച്ച് കായകൾ നിൽക്കുന്ന ഒരു മരമായിട്ട് നമ്മൾ ഗസ് ചെയ്യാറുണ്ട്. അതും പോട്ടെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ
മൃദുലയെ തന്നെ എടുക്കാം. പാറു മൃദുല വരുന്ന 3 ഒക്കെ ആ കുട്ടിയുടെ വർക്കാം. മൃദുല ഡെലിവറി ആയ സമയത്ത് നിങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് കമൻറ്റ്സ് ഇടുന്ന ഒരുപാട് കുട്ടികളുണ്ടല്ലോ. ആ കുട്ടികളെല്ലാവരും നിങ്ങൾ കമൻ്റ് ഇട്ട് കാണത്തില്ലേ, ചേച്ചിക്ക് പെൺകുട്ടിയായിരിക്കും, ചേച്ചിക്ക് ആൺകുട്ടിയായിരിക്കും, ഇങ്ങനെ നമ്മൾ കമൻറ്റ്സ് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇടുന്നത്. അപ്പോൾ അതൊരു ഗസ്സിങ് അല്ലേ? അല്ലേ, ഗസ്സിങ് അത് നമ്മളെല്ലാവരും ഗസ് ചെയ്ത് തന്നെയാണ്. അത് ഓരോരുത്തരുടെ വിഷനാണ്. ഞാനിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗസ് ചെയ്തു, നിങ്ങൾ വേറൊരു കാര്യം ഗസ് ചെയ്തു. ഗസ്സുകളെല്ലാം ഗസ്സാണല്ലോ. ഇപ്പോൾ സബ്ജക്റ്റ് വേറെ വേറെ ആണെന്നേ ഉള്ളൂ. ഗസ്സിങ് എല്ലാ പേരും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ മതി, നിങ്ങൾ ആരും ഗസ് ചെയ്യില്ലേന്ന്. ഓക്കെ, അപ്പോൾ ആ ഒരു കമൻറ്റിനുള്ള മറുപടി സെക്ഷൻ കഴിഞ്ഞല്ലോ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വന്ന് അമ്മായിയന്മാർ. കുറേ പേര് ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഇപ്പം മരുമക്കൾ, അതായത് വീട്ടിൽ വന്നു കയറുന്ന പെൺകുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് അമ്മമാരുടെ പീഡനം കൊണ്ട് സൂയിസൈഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവിടുന്ന് എന്താ പറയുക, ആ അമ്മായിയുടെ ക്രൂരതയാണ് അവർ അതിനകത്ത് പിക്ചറൈസ് ചെയ്ത് കാണിക്കുന്നത്. അമ്മായി അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഇഷ്യൂ ഉണ്ടായത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു അമ്മായി അല്ലെങ്കിൽ ലോകത്ത് ഒരമ്മ അല്ലെങ്കിൽ 10 പേര് അങ്ങനെ ആയി എന്ന് പറഞ്ഞ് എല്ലാ അമ്മമാരും അങ്ങനെ ആവുമോ മക്കളെ? അങ്ങനെ ആവുമോ? ഒരിക്കലും ഇല്ല. ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ഗ്രീഷ്മ, നമ്മളിപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് നടന്നിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഗ്രീഷ്മയ്ക്ക് എത്ര ഏജ് ആയിരുന്നു മക്കൾക്കെല്ലാം അറിയാം. ഗ്രീഷ്മയ്ക്ക് എനിക്ക് തോന്നുന്നു 23 ആ ഒരു ഏജ് ആയി കാണും. ഗ്രീഷ്മ സ്വന്തം ലവറിനെ എങ്ങനെയാണ് കൊന്നതെന്ന് നിങ്ങളെല്ലാവരും കാണുന്നത്, നിങ്ങളെല്ലാവരും അറിഞ്ഞ ഒരു ഇഷ്യൂ ആണ്. എന്ന് കരുതി ഈ ഏജിലുള്ള കുട്ടികളെല്ലാം അവരുടെ ലവേഴ്സിന് അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഒരാൾ ചെയ്തു എന്ന് കരുതി എല്ലാവരെയും നമ്മൾ ആ ഒരു തട്ടിൽ കാണരുത്. അത് അങ്ങനെ പറയുന്നത് ശരിയല്ല. നമ്മൾ എടുക്കേണ്ടത് പ്രവീണിൻ്റെ അമ്മയുടെ സബ്ജക്റ്റാണ്. അല്ലാതെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നില്ലേ? അപ്പോൾ കണ്ടില്ലേ അമ്മായി, അതുകൊണ്ട് വീഡിയോ എടുത്തു വെച്ചു, മറ്റേതാണ്, അതിനൊരു തെളിവ് വേണ്ടേ? അല്ലെങ്കിൽ ആ ചേച്ചി അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണോ ചേച്ചിയുടെ പ്രശ്നം? അതായത് മൃദുല ചേച്ചി അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി വേറെ വീട്ടിൽ ചെന്ന് താമസിക്കുന്നതാണോ ചേച്ചിയുടെ പ്രശ്നം? ആ അമ്മായിയുടെ ക്രൂരതകൾക്ക് നിന്നു കൊടുക്കണമായിരുന്നോ? ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. കാരണം ഈ അമ്മയും അച്ഛനും കൊച്ചും ഒക്കെ ഈ മൃദുലയോട് കാണിക്കുന്ന സ്നേഹവും കാര്യങ്ങളും നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോഴെങ്കിൽ ഈ പ്രവീണും മൃദുലയും തന്നെയാണ് നമ്മളെ അത് ബോധ്യപ്പെടുത്തി തന്നത് അല്ലേ? നമ്മൾ അവരുടെ വീട്ടിൽ ചെന്ന് കണ്ടുപിടിച്ചോ അങ്ങനെ അവിടെ ചെന്ന് അയൽപക്കത്തൊക്കെ അന്വേഷിച്ചിട്ടോ അല്ല നമ്മളിത് കണ്ടുപിടിച്ചത്. മൃദുലയും പ്രവീണും പറഞ്ഞുള്ള അറിവുകളാണ് ഈ അമ്മയും അച്ഛനും എങ്ങനെ സ്നേഹിച്ചിരുന്നു എന്ന് അവർ അല്ലേ വരുന്ന വീഡിയോസുകളിലെല്ലാം. അപ്പോൾ ഈ പറഞ്ഞ നിങ്ങളൊക്കെ ഓരോരുത്തരും നിങ്ങൾ അതിനകത്ത് ചെന്ന് കമൻറ്റ് ചെയ്ത് കാണും, ചേച്ചി ഇങ്ങനെ ഒരു അമ്മായിയെ കിട്ടിയ ചേച്ചി ഭാഗ്യവതിയാണ്, ഇങ്ങനെ ഒരു അമ്മായിയപ്പനെ കിട്ടിയ ചേച്ചി ഭാഗ്യവതിയാണ്, എത്രയോ അങ്ങനെ നിങ്ങൾ കമൻ്റ് ഇട്ട് കാണത്തില്ലേ? അത് നമ്മൾ ഒരു സമയത്ത് ഒരു കമൻ്റ് ഇടുക, പിന്നീട് സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ മാറി തിരിഞ്ഞു വരിക, അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എല്ലാവരെ കൊണ്ടും പറ്റത്തില്ല ഇങ്ങനെ മാറി 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 പറയാനായിട്ട്. മനസ്സിലായി? നമുക്ക് ആ സമയത്ത് നമ്മളെല്ലാവരും ഞെട്ടി, അത് വാസ്തവം തന്നെയാണ്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പിന്നീട് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കിയപ്പോഴാണ് അവരുടെ ഭാഗം നമുക്ക് ക്ലിയർ ആണെന്ന് തോന്നി തുടങ്ങിയത്. അത്രയേ ഉള്ളൂ. ആ ഒരു ടൈം നമ്മളെല്ലാവരും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഷബീന ആകട്ടെ, ഷബീനയുടെ ചാനൽ ഞാൻ സ്ഥിരം കാണാറുള്ളതാണ്. കാരണം ഞാൻ ആ ഒരു ഒലീവിയ ഇഷ്യൂ നടന്ന സമയത്താണ് ഞാൻ ഷബീനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം പല സമയത്ത് ഞാൻ രാത്രിയിൽ ലൈവ് വരുന്ന ഷബീന ലൈവ് വരാറുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങുന്നത്. മോളാണ് വന്നിട്ട് മൊബൈൽ വരെ ഓഫ് ചെയ്യുന്നത്. ഷബീനയുടെ ലൈവ് ചിലപ്പം കണ്ടുകൊണ്ടായിരിക്കും ഞാൻ ഉറങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ ആ ഷബീനയൊക്കെ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് അമ്മയെ തന്നെയാണ് കുറ്റം പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഷബീന മാത്രമല്ല എല്ലാവരും ഇവർ ഞാൻ 4-5 പേരല്ലേ പറഞ്ഞോളൂ, ഒത്തിരി പേര് ഇതിനകത്തുള്ള എല്ലാവരും നമ്മൾ ആ ഒരു ടൈമിൽ ആ അമ്മേനെയൊക്കെ തന്നെ കുറ്റം പറഞ്ഞത്. ഈവൻ ഞാൻ പോലും എൻ്റെ മനസ്സിലും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ റൂട്ട് ക്ലിയർ ആയിരുന്നു. അവിടെയാണ് എല്ലാവരും തിരിഞ്ഞത് കേട്ടോ. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം. പ്രവീണും മൃദുലയും എങ്ങനെ ആയിക്കോളും ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പം അത് മനസ്സിലായല്ലോ. അമ്മായിയമ്മമാരുടെ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവരുടെ ഓഡിയൻസ് സപ്പോർട്ട് കുറഞ്ഞു എന്നുള്ളത്. കുറേ പേര് പറഞ്ഞു അവരുടെ ഓഡിയൻസ് സപ്പോർട്ട് കുറഞ്ഞു, അതുകൊണ്ടായിരിക്കും ചേച്ചിയുടെ ചാനൽ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തത് എന്ന് പറഞ്ഞു. അതായത് ഒരിക്കലും ഇല്ല. എൻ്റെ ഒരു ചാനൽ എൻ്റെ ഒരു ഇതുകൊണ്ട് അവരുടെ ഓഡിയൻസ് സപ്പോർട്ട് കുറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ആണോ ഉണ്ടാവില്ല. അവരുടെ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാം കാണും, ഞാനും ഇപ്പോഴും കാണാറുണ്ട്. പക്ഷേ ഇതിനകത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇവരുടെ ഒരു ഫാമിലിയിൽ അച്ഛൻ, അമ്മ, 2 മക്കള് അപ്പോൾ ഈ അച്ഛനും അമ്മയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു പ്രത്യേകത എന്നറിയാമോ? ഈ അമ്മയൊക്കെ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാരാണ്. അച്ഛനാണെങ്കിൽ അതിനേക്കാളും ഹ്യൂമർ സെൻസ് ആണ്. ഇവർ രണ്ടുപേരും എന്തെങ്കിലും സംസാരിച്ചാൽ തന്നെ നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. അതാണ് അവരുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ആ ചാനൽ വിജയിച്ചത് അല്ലേ?
അപ്പോൾ ഈ അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ടുണ്ടല്ലോ നമ്മളെ ഏജിലുള്ള കുറേ ആൾക്കാർ അവർക്ക് അവരുടെ ചാനൽ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതേസമയം മക്കൾ, അതായത് പ്രവീണും പ്രണവിനും ഇഷ്ടപ്പെടുന്ന കുറേ ആ ഒരു ടൈപ്പിലുള്ള കുട്ടികളും ഉണ്ട്. അപ്പം എല്ലാ ഏജിലുള്ള അച്ഛൻ്റെ അമ്മയുടെ ഏജിലുള്ള കുറേ ആൾക്കാരും മക്കളുടെ ഏജിലുള്ള കുറേ ആൾക്കാരും അങ്ങനെ എല്ലാവരും കൂടെ സമ്മിശ്രമായിട്ടുള്ള ഒരു ചാനലാണ് ഇവർ കാണുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് ഓഡിയൻസ് സപ്പോർട്ട് ഇവർക്കുള്ളത്. അതുപോലെ ഒരു ചാനലുണ്ട്, നമ്മുടെ ഒരു അഡാർ ഫാമിലി എന്ന് പറഞ്ഞ ചാനലുണ്ട്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചാനലാണ്. അതും അവരും ഇതുപോലെ തന്നെയാണ്. അവിടെ ആണെങ്കിലും മുത്തച്ഛൻ അമ്മുമ്മയും അപ്പൂപ്പനും ഉണ്ട്, പിന്നെ അച്ഛനും അമ്മയും ഉണ്ട്, പിന്നെ കുട്ടികളും ഉണ്ട്. അപ്പോൾ എല്ലാ ഏജിലുള്ള ആൾക്കാരും ആകുമ്പോൾ നമ്മുടെ എല്ലാ ഏജിലുള്ള ആൾക്കാരും അവരുടെ വ്യൂവേഴ്സ് ആയിരിക്കും. പക്ഷേ ചില സ്ഥലത്തൊക്കെ ഹസ്ബൻഡും വൈഫും മാത്രം, അതായത് മിറാക്കിൾ ബ്യൂട്ടി അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമുക്ക് എനിക്ക് തോന്നുന്നു അമ്മ അച്ഛൻ എൻ്റെ ഏജിലുള്ള ആൾക്കാരൊക്കെ വളരെ കുറവായിരിക്കുമ്പോൾ ഉണ്ടാകാം, മേ ബി അവരെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം. പക്ഷേ എങ്കിൽ പോലും അവരുടെ ഒരു ചാനലെടുത്ത് നോക്കിയാൽ കൂടുതലും അവരുടെ ഏജിലുള്ള കുട്ടികളായിരിക്കും. പൊതുവേ അങ്ങനെ തന്നെ സാധാരണ രീതിക്കുള്ള, അതൊക്കെ ആസ് യൂഷ്വൽ. ഇപ്പം സിംഗിൾ ബോബൻ എന്ന് പറഞ്ഞിട്ടൊരു ഞാൻ സ്ഥിരം കാണുന്നതാണ്. അവരുടെ ചാനലെടുത്ത് കഴിഞ്ഞാൽ കുട്ടികളായിരിക്കില്ല അവിടെ, നമ്മുടെ അമ്മമാരായിരിക്കും കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പ്രവീണും മൃദുലയും മാറി ഒറ്റയ്ക്കായ സമയത്ത് ഈ ഓഡിയൻസ് സപ്പോർട്ട് എങ്ങനെ കുറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള കുറേ അമ്മമാരെന്ന് വെച്ചാൽ അമ്മയും അച്ഛൻ്റെയും ഇതൊക്കെ കാണാൻ ആഗ്രഹിച്ചിരുന്നവർ അങ്ങോട്ട് പോകത്തില്ല. അങ്ങനെയായിരിക്കും ഓഡിയൻസ് സപ്പോർട്ട് കുറയുന്നത്. അല്ലാതെ എൻ്റെ ഒരു വീഡിയോ കൊണ്ട് കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ബ്ലോക്ക് ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും അല്ലേ. ഓക്കെ, അതങ്ങ് നമുക്കങ്ങ് വിടാം. പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ കണക്ക് ഏജ് കൂടിയവരും കുറഞ്ഞവരും തമ്മിലൊരു മത്സരം നടക്കുന്നുണ്ട് ഇതിനകത്ത്. അത് കാരണം ഞാനത് കണ്ട ശ്രദ്ധിച്ചൊരു കാര്യമാണ്. കുറേ പേര് വന്ന് അടി കൂടുന്നുണ്ട് ഇതിനകത്ത്. അപ്പം മറ്റ് ആൾക്കാർ വന്ന് അതിൻ്റെ അടി കൂടുന്നുണ്ട്. അങ്ങനെ കുറച്ച് അതെന്താ അറിയാമോ, നമ്മുടെ കാഴ്ചപ്പാടാണ്. ഏജ് കൂടിയ ആൾക്കാരും ഏജ് കുറഞ്ഞ ആൾക്കാരും ചിന്തിക്കുന്ന രീതികൾ രണ്ട് തരത്തിലാണ്. ഒരേ കാര്യമാണെങ്കിലും രണ്ട് തരത്തിലാണ് ചിന്തിക്കുന്നത്. കാരണം നമ്മൾക്ക് ഇപ്പം എന്താ പറയുക, ഈ മൃദുലയുടെ പ്രവീണിൻ്റെ അച്ഛനെയും അമ്മയുടെയും നമുക്ക് അങ്ങനത്തെ, അതായത് എനിക്ക് പ്രവീണിൻ്റെ അത്ര വളർന്ന ഒരു മകനുണ്ട്. അപ്പം നമ്മളെപ്പോഴും അവരുടെ ഭാഗം നിന്നായിരിക്കും എപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ ഇപ്പം മൃദുലയുടെ കയ്യിലിരിക്കുന്ന കൈക്കുഞ്ഞ്, ആ കൈക്കുഞ്ഞുള്ള വേറെ ഒരു ആൾക്കാരാണ് അല്ലെങ്കിൽ കുട്ടിയാണ് അത് കാണുന്നതെങ്കിൽ അമ്മയുടെ ഭാഗം ശരിയായിട്ട് തോന്നത്തില്ല, അത് മൃദുലയുടെ ഭാഗത്തെ നിൽക്കത്തുള്ളൂ. അതാണ് ആ ഒരു പ്രായത്തിൽ ആ ഒരു ഏജിലുള്ള കുട്ടികളുടെ സപ്പോർട്ട് അവർക്ക് വരുന്നു എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതെനിക്കിതിനകത്ത് കമൻസിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ. അത് കൂടുതലും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. പിന്നെ ചോദിച്ചു, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈ പണ്ട് മനോരമ മലയാളം വായിക്കുന്ന ആ ഒരു പ്രതീതിയാണ് എനിക്കിവിടെയൊക്കെ തോന്നിയിട്ടുള്ളത്, ഈ ഫാമിലി വ്ളോഗ്സിൽ തോന്നിയിട്ടുള്ളത്. കാരണം ഒരാളുടെ കല്യാണം കഴിയുന്നു, അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ആദ്യത്തെ ദിവസത്തിൻ്റെ വീഡിയോ ഇടുന്നു, പിന്നെ അത് കഴിഞ്ഞ് പ്രസൻറ്റേഷൻ പൊട്ടിക്കുന്ന വീഡിയോ ഇടുന്നു, അത് കഴിഞ്ഞ് അവരുടെ ഹണിമൂൺ വീഡിയോ ഇടുന്നു, അത് കഴിഞ്ഞ് ഡെലിവറിക്ക് ഓരോ മാസം തോറും വീഡിയോ ഇടുന്നു. ഇതൊക്കെ നമ്മൾ പണ്ട് നമ്മുടെ ഏജിലുള്ള ആൾക്കാർക്ക് അറിയാം. പണ്ട് നമ്മൾ മനോരമ മംഗളം ഇങ്ങനത്തെ വീക്കിലി ഇതൊക്കെ വായിച്ചുകൊണ്ടിരുന്ന ഒരു ടൈപ്പ് അല്ലേ, വാരിക തുടർക്കഥ നമ്മൾ അടുത്ത ആഴ്ച വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. എനിക്കൊക്കെ അറിയാം, ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ അച്ഛൻ കാണാതെ ഞാൻ വാങ്ങിച്ച് അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ച് വായിക്കുമായിരുന്നു വാരിക, മനോരമയിലെ ജോയ്സിയുടെയൊക്കെ നോവൽ. അത് ഇതുപോലെയാണ് എന്ന് പറഞ്ഞ കണക്ക് നമ്മൾ ഇവരുടെ ചാനൽ മനോരമയൊക്കെ അങ്ങ് പോയി, നമ്മളിപ്പോൾ അതൊന്നും കാണാൻ കൂടിയില്ല. അതിന് പകരമാണ് ഇപ്പോഴത്തെ ഇങ്ങനത്തെ കുറേ വ്ളോഗ്സും കാര്യങ്ങളും. അപ്പോൾ അത് നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ തന്നെ ഞാനിട്ട ഒരു വീഡിയോ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടല്ലേ അത് കാണുന്നത്. ഞാനും ഇതുപോലെയാണ്, പ്രവീണിട്ട ഒരു വീഡിയോ ഞാൻ പോയി കണ്ടു, അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഞാൻ വീഡിയോ ഇട്ടു. നിങ്ങളും ചെയ്ത സെയിം കാര്യമാണ്. എൻ്റെ വീഡിയോ വന്നിരുന്ന് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത നിങ്ങൾ കമൻറ്റ് വരും. അപ്പോൾ പിന്നെ ചേച്ചി എന്തിനാണ് ഇങ്ങനെ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളും വന്ന് കാണുന്നില്ലേ, എനിക്കത് മനസ്സിലാവുന്നത്, നിങ്ങളും കണ്ടിട്ടല്ലേ പറയുന്നത്, അപ്പം കാണാതിരുന്നൂടെ എന്നാ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, അല്ലാതെ ഞാൻ വേറെ ഒരു ഇതിലല്ല. ചേച്ചി എന്തിനു ചെയ്തു എന്ന് വെച്ചാൽ ചേച്ചിക്കും കാണണം നിങ്ങൾക്കും കാണണം, അത്രയേ ഉള്ളൂ. അതിൻ്റെ ആൻസർ ആയല്ലോ. അങ്ങനെയുള്ളവരുടെ കമൻസിനുള്ള മറുപടി ഞാൻ തന്നുവല്ലോ അല്ലേ. പിന്നെ കുറച്ച് പേര് ചോദിച്ചു അടിച്ചിറക്കിയെന്ന്. മൃദുലയെ അടിച്ചിറക്കിയത് ചേച്ചി കണ്ടില്ലേ, അമ്മ മൃദുലയെ ഞാൻ ചോദിക്കട്ടെ, ഈ അടിച്ചിറക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ കാളവണ്ടിയൊക്കെ ഇങ്ങനെ കാളേനെ അടിച്ചിട്ട് പോകാളെ എന്ന് പറഞ്ഞ് അടിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. അങ്ങനെയാണോ നമ്മൾ കണ്ടത്? അങ്ങനെയൊന്നും പറയരുത്. ഈ അടിച്ചിറക്കി എന്ന് പറയുമ്പോഴേ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു അമ്മയും കൂടെ ഇരുന്നിരുന്ന് വായിക്കുന്നതാണ്. അങ്ങനെ പറയരുത്. അടിച്ചിറക്കിയെന്ന് ആ ഒരു സമയത്തൊക്കെ ഒരുപാട് ഞാൻ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ ഓടിയത് അതാണ്. ഒരു സമയത്ത് അമ്മയുടെയൊക്കെ രൂപങ്ങൾ ഇങ്ങനെ ഒരു രാക്ഷസികളൊക്കെ ഇങ്ങനെ കണ്ണിലൊക്കെ ഇങ്ങനെ തീ പാറുന്നതും അങ്ങനത്തെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരുപാട് ഈ നമ്മുടെ ഈ ഇതുണ്ടല്ലോ
ട്രോൾ ചെയ്യുന്ന വീഡിയോസ് അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവർക്ക് ഫീൽ ചെയ്തില്ലേ? അതിനെയൊക്കെ ബ്ലോക്ക് ചെയ്യണമെന്നൊന്നും തോന്നിയില്ലേ? ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല അത് എന്താണ് അതിൻ്റെ ഒരു ഇഷ്യൂ. എനിക്ക് എൻ്റെതിനകത്ത് മാത്രം ഉണ്ടായ ഒരു ഇഷ്യൂ എനിക്ക് എന്താണെന്ന് അറിയില്ല. ഇതുപോലെ അനീഷ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഒരാളിൻ്റെ അതും കൂടെ ചെയ്തിട്ടുണ്ടെന്ന് അനീഷ് എനിക്ക് ഇതിനകത്ത് അടിയിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനീഷ് വ്ലോഗിൻ്റെ ഒരു ഇതിനും അവർ ബ്ലോക്ക് ചെയ്തിട്ടിരുന്നു. പിന്നെ അത് എന്തായെന്ന് എനിക്കറിയില്ല. അത് എന്തിനാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നതെന്നും എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അടിച്ചിറക്കിയെന്ന് നിങ്ങൾ പറയരുത് കേട്ടോ. അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി, അതിൻ്റെ പേരിൽ അത് അങ്ങ് പോയി, അത് കഴിഞ്ഞു. പിന്നെ കഴിഞ്ഞ കാര്യങ്ങൾ ചേച്ചി എന്തിനാ പിന്നെയും കുത്തിപ്പൊക്കിക്കൊണ്ട്? ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ കാര്യങ്ങളെന്ന് പറയുമ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പോൾ അവർ ഇനി അതിൻ്റെ സമയമായി, അവരിനി ഒരുമിച്ച് ജീവിക്കേണ്ട സമയമായില്ലേ? അപ്പോൾ വീണ്ടും ഒരുമിച്ച് ജീവിക്കാതെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. ഞാനിനിയിപ്പോൾ ഇതും കൂടെ പറയും, ഇനി എന്നായിട്ട് പഴിക്കിടരുത്. ഞാൻ പറയട്ടെ, ഞാൻ ഇതിനകത്ത് എന്താ അറിയാമോ, ഇവർ രണ്ടുപേരും വീഡിയോ ഇടുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് കാണിക്കാനും ഇങ്ങോട്ട് കാണിക്കാനും വിടുന്നത് നമ്മളെ കാണിക്കാനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മനസ്സിലായല്ലേ? ഇവർ ചില കാര്യം ഇവർ അതിനകത്ത് കമൻസ് വരുന്നുണ്ട്, ബിരിയാണി ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ നോക്കിയോ, നാളെ കൊച്ചു ബിരിയാണി ഉണ്ടാക്കുമെന്ന് പറയും അല്ലേ? ഒരാളുണ്ടാക്കുമ്പം എന്താ എല്ലാവരും ഫാമിലി, അച്ഛനും അമ്മ മക്കൾ എല്ലാവരും നാളെ ഒന്നാവും, ശരിയാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഇവർക്ക് അവരോട് പറയാനുള്ളതും നമ്മൾ വഴിയാണ് അവർ പറയുന്നത്, അവർക്ക് ഇവരോട് പറയാനുള്ളതും നമ്മൾ വഴിയാണ് പറയുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കാലത്ത് അത് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്തതാണ്. ഇനി ഹർട്ട് ചെയ്ത കാര്യങ്ങൾ പറയാം. ഒരു ഫർണിച്ചറിൻ്റെ കാര്യം പറഞ്ഞാണ് ഞാൻ ഈ അടുത്ത പ്രശ്നമായത്. ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇനി വരത്തില്ല, കയറുന്നു പോയി ഈ അടുത്ത കാലത്ത്. കാരണം കുട്ടികൾ ഇവർക്ക് എന്തുകൊണ്ട് ഇത്രയും ഹേറ്റേഴ്സ് വരുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അതായിരിക്കും മൃദുലയ്ക്കും പ്രവീണിനും എന്തുകൊണ്ടാണ് ഇത്രയും. കാരണം അവരുടെ കൂടെയാണ് എല്ലാവരും നിന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അമ്മയെ കുറ്റം പറഞ്ഞിട്ട് ആണ് നിന്നിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഷബീനയൊക്കെ നന്നായിട്ട് അമ്മയുടെ ഭാഗം തന്നെ. ഇപ്പോൾ എന്തുകൊണ്ട് ഷബീന തിരിച്ച് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ ഭാഗം ക്ലിയർ അല്ല, പക്ഷെ അവരുടെ ഭാഗം ക്ലിയറാണ്. അവരുടെ അച്ഛനും അമ്മയും ഉണ്ട് പറഞ്ഞു കൊടുക്കാൻ, കൊച്ചുവിനും നല്ലത് പറഞ്ഞു കൊടുത്ത് നേരായ റൂട്ടിൽ കൂടി കൊണ്ടുപോകാനായിട്ട് അവരുടെ ഭാഗത്ത് അവരുടെ അച്ഛനും അമ്മയും ഉണ്ട്. അതുകൊണ്ട് കൊച്ചു പോകുന്നത് ക്ലിയർ പാത്തിലൂടെയാണെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ ഈ കുട്ടികൾ പാവം, ആ കുട്ടികൾ പോകുന്ന റോങ് പാത്തിലൂടെയാണ്. കാരണം അവർക്ക് എന്താണ് ശരി കാണിക്കുന്നത് തെറ്റിപ്പോകുന്നുണ്ട് മക്കളെ. അത് കാരണം അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ അടുത്ത കാലത്തൊരു വീഡിയോ ഇട്ടു, ക്ഷേത്രത്തിൽ പോയത്, നമ്മുടെ ഹോം ടൗൺ ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ അമ്മമാരുടെ നെഞ്ചത്തോട്ട് കത്തി കയറ്റി കേട്ടുന്ന ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരുപാട് തോന്നത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഏജ് കൊച്ചായതുകൊണ്ട് അത് തോന്നത്തില്ല. ബിക്കോസ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആ അമ്മയോ അച്ഛനാണെങ്കിൽ ആ ക്ഷേത്രത്തിൽ ഓൾ ഇൻ ഓളായിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ കൊച്ചു ആ ക്ഷേത്രത്തിലെ പിരിവിനൊക്കെ പോകുന്ന ആളാണെന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത്രയും അടുത്ത്, അതും ഗ്രാമീണ തരത്തിലുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പം അവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന അറിയില്ലാത്ത ആൾക്കാരല്ല, എല്ലാം അറിയാവുന്ന ആൾക്കാരായിരിക്കും. അവിടെയാണ് നമ്മുടെ പ്രവീണും മൃദുലയും കുഞ്ഞും കൂട്ടം. ജസ്റ്റ് കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട് പോയെങ്കിലും അവർക്ക് ഇത്രയും വിഷമം ഉണ്ടാകില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, ഇത് എനിക്ക് ഇനിയും പറയല്ലേ, ഒരുപാട് അമ്മമാർക്ക് തോന്നിക്കാണും അത്. കാരണം അവർ ഈ പറഞ്ഞ പോലെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ എത്രയോ പേര് അവരോട് പറഞ്ഞിട്ടുണ്ടാകും, ഈ കൊച്ചിനെയും കൊണ്ടുവന്നിട്ട് അവരുടെ വീട്ടിൽ കയറാതിരിക്കുമ്പോൾ ആ അമ്മയ്ക്ക് ഉണ്ടാകുന്ന എനിക്കൊന്നും സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ മകനാണ് ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്ത് വന്നിട്ട് തിരിച്ച് കുഞ്ഞിനെ കാണാതെ പോയി ഒരുപാട് ആൾക്കാർ പറയും, മോൻ വന്നിട്ട് വീട്ടിൽ വന്നില്ല ഇല്ല. അപ്പോൾ അത് ഒരുപാട് പേര് ഫേസ് ചെയ്യേണ്ടി വരും അച്ഛനും അമ്മയും. അതൊക്കെ ആലോചിക്കണം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഓക്കെ എല്ലാം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് അവർ വിളിച്ച ചടങ്ങിനൊക്കെ പോയി. അതാണ് അവരുടെ റൈറ്റ് പാത്ത് എന്ന് ഞാൻ പറയാൻ കാരണം. അവർ ആ റൂട്ട് ക്ലിയർ കട്ടായിട്ട് പോകുന്നതാണ്. നിങ്ങൾ വിളിച്ച 2 ചടങ്ങുകൾക്കും അവർ വന്നു. വരാതിരുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു, അച്ഛനും അമ്മയും കണ്ടോ ഞങ്ങൾ വിളിച്ചിട്ട് വന്നില്ല, അപ്പോൾ ഇനി ഞങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല, അവർ വന്നു. അതാണ് അവരുടെ ശരി എന്ന് പറയുന്നത്, നിങ്ങളുടെ തെറ്റെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അവിടെയാണ് ഈ ആൾക്കാർ നിങ്ങളെ അസസ് ചെയ്യുന്നത്. അത് എൻ്റെ മക്കളെപ്പോലെ ഞാൻ പറഞ്ഞു തരുന്നതാണ്, അത്രയേ ഉള്ളൂ. അത് നാളെയെങ്കിലും നിങ്ങളത് മനസ്സിലാക്കി പെരുമാറിയാൽ പിന്നെ മൃദുലയുടെ അച്ഛനും അമ്മേനെ നിന്ന് ഞാനൊന്നും, കാരണം അവർ വളരെ 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 പാവപ്പെട്ട 2 വ്യക്തികളാണ്. പിന്നെ എത്രയായിരുന്നാലും നമ്മുടെ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും മകളുടെ കൂടെ തന്നെ എൻ്റെ മോളായിരുന്നാലും ശരി നമുക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷെ അവരതിലോട്ട് വരുന്നില്ലെങ്കിൽ നമുക്ക് അവരുടെ കൂടെ നിന്നേ പറ്റുള്ളൂ. ആ ഒരു സമയത്ത് ആ കുഞ്ഞിനെയും ആ മോളെയും കൈവിടാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു പക്ഷേ അവർക്കും റോങ് ആണെന്ന് തോന്നും, എന്നാലും അവർക്ക് കൂടെ നിന്നേ പറ്റുന്നുണ്ട്. അവരുടെ അച്ഛനും അമ്മയും നമ്മൾ കണ്ട നാൾ വഴി നമുക്കറിയാം വളരെ പാവപ്പെട്ട നല്ലൊരു അച്ഛനും അമ്മയാണ്. അതുകൊണ്ട് ഞാൻ അവരൊന്നും പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്നതാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല, അത് ഒരിക്കലും ഇല്ല.
അത് ഞാനെന്ന് മാത്രമല്ല ഈ കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, മനസ്സിലായി. അപ്പോൾ അത് ഒരുപാട് വേദനിപ്പിക്കുന്നതാണ്. ഇങ്ങനെ കൊണ്ടുപോയി അടുത്ത ക്ഷേത്രത്തിൽ പോയിട്ട് എന്നാൽ പോകാതിരിക്കാമായിരുന്നു, എങ്കിലും അവർക്ക് അത്രയും പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ അത് നിങ്ങൾ വീഡിയോ വഴി കൂടി പറഞ്ഞു, അപ്പോൾ എല്ലാവരും കണ്ടു. വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നെങ്കിലും അവരറിയത്തില്ല. അങ്ങനെ ഓക്കെ, എനിവേ അത് അവരുടെ സബ്ജക്റ്റ് ഞാനങ്ങ് വിട്ടു, എനിക്ക് വയ്യായപ്പോൾ. പിന്നെ ഒന്നുള്ളത് ആ കോപ്പിറൈറ്റ് ഇഷ്യൂ എന്നോട് ചോദിച്ചു. ചിലരൊക്കെ പറഞ്ഞു അത് ഞാൻ എൻ്റെതിലല്ല, കൂടുതൽ ഞാൻ മൂപ്പൻസിലാണ് അതൊരു കമൻറ്റിലാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടത്. ഒരു കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ എങ്ങനെ ചാനൽ പോകുമെന്ന് പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ ചാനലിന് ഞാൻ പറഞ്ഞല്ലോ ഒരു 5 years ആയി എൻ്റെ ചാനൽ തുടങ്ങിയിട്ട്. പക്ഷേ മോള് ആദ്യത്തെ വീഡിയോ മോനാണ് ഇട്ടത്. അവനത് ഫസ്റ്റ് വീഡിയോ ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞിരുന്ന അവൻ തന്നെയാണ് അത് എഡിറ്റ് ചെയ്ത് അവനിട്ടു. പിന്നെ അത് കഴിഞ്ഞ് എല്ലാ വീഡിയോസും മോളാണ് എഡിറ്റ് ചെയ്ത് ഇട്ടതും എല്ലാം. അപ്പോൾ അവൾ ഇപ്പോൾ ഒരു 3 വർഷമായി കേട്ടോ. എനിക്ക് അത് മനസ്സിലാക്കാത്ത കാര്യം, നമ്മളൊരു കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ 90 days കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മുമ്പ് ഞാനും മോളും ഒക്കെ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് അത് പോയി എന്നാണ് വിചാരിച്ചിരുന്നത്. ഒരു 2023 ഞങ്ങളൊരു ഒരു ഡേ ഇൻ ലൈഫ് ചെയ്തായിരുന്നു. ഡേ ഇൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല. രാവിലെ ഒരു വീട്ടിലൊരു ഫംഗ്ഷന് പോയി, ഉച്ചയ്ക്ക് ഞങ്ങൾ ലുലുവിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ലുലുവിലൊരു സിനിമ കാണാൻ പോയി. MR എന്തോ അങ്ങനെ ഒരു സിനിമ, KHF അയ്യോ ആ സമയത്ത് ഇറങ്ങിയ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ. ആ സിനിമ നമ്മൾ കാണാൻ പോയപ്പോൾ ഇവളെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഈ കുട്ടികളല്ലേ, അവർ ഈ ക്ലിപ്പ് നമ്മൾ സിനിമ കാണാൻ പോയി എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ക്ലിപ്പ് അങ്ങനെ 2 സിനിമ നമ്മൾ കാണാൻ പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലിപ്പ് എടുത്തിട്ട് ഈ ചാനലിൽ ഈ ഡേ ഇൻ മൈ ലൈഫിനകത്ത് അപ്ലോഡ് ചെയ്തു. ഒരുപാടൊന്നും എടുത്തില്ല, കുറച്ചേ എടുത്തുള്ളൂ. ഇങ്ങനെ കാണുന്നു, നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമ കാണാൻ പോയി എന്ന് പറഞ്ഞ് കാണിക്കുന്നതിന് വരെ അതിൻ്റെ ക്ലിപ്സ് എടുത്തിട്ടു. അതോടെ ചാനലിനകത്ത് കോപ്പിറൈറ്റ് ക്ലെയിം വന്നു. അല്ലാതെ വേറെ ഒരു രീതിക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വന്നില്ല. 2 ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷേ അത് പോയി എന്നാണ് വിചാരിച്ച. 2 വർഷം കഴിഞ്ഞില്ലേ. പക്ഷെ ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് വന്ന് മോൻ അതെടുത്ത് നോക്കിയപ്പോഴാകുമ്പോൾ അമ്മ അങ്ങനെ ഉണ്ടാവില്ലല്ലോ, അതിങ്ങനെ കോപ്പിറൈറ്റ് വന്നിട്ട് ഒരെണ്ണത്തിന് അങ്ങനെ വരില്ലല്ലോ, ചാനൽ ഫ്രീസ് ആവത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പോയി അത് ചെക്ക് ചെയ്തപ്പോൾ 2 ഓൾറെഡി കിടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അത് ആ വീഡിയോ പോലും ഡിലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ അതുകൊണ്ടാണോ പോവാതിരുന്നത് എന്നും അറിയില്ല. പിന്നെ ഇപ്പോൾ അത് ഡിലീറ്റ് ആക്കി അവരെന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്കത് എന്താ ചെയ്തതെന്ന് അറിയില്ല. എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡിലീറ്റ് ആക്കിയിട്ട് പിന്നെ ചിലപ്പോൾ അത് മാറുമായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ട്രൈക്ക് വന്നപ്പോൾ. അല്ലെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ചാനൽ പോകുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഞാനിപ്പോൾ പ്രവീൺ ഇങ്ങനെ ഒരെണ്ണം കൊടുത്തപ്പോൾ ഞാൻ ഓടി വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഒന്നും ഞാൻ ഇടത്തില്ലായിരുന്നു. ഞാൻ വിചാരിക്കും ഇപ്പം അതങ്ങ് കളയും, കാരണം നാട്ടുകാരെ കൂടെ അറിയിക്കുന്ന എന്തിനെന്ന് വിചാരിച്ച് ഞാനങ്ങ് കളഞ്ഞില്ല, നാണക്കേടല്ലേ. പക്ഷേ ഇതെനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പോവുകയാണല്ലോ, അപ്പോൾ പിന്നെ അതും കൂടെ ആ കുട്ടിയും കൂടെ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇട്ടതാണ്. അത് കയറി ഇങ്ങനെ കത്തി പോകുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഓക്കെ. പിന്നെ കാറിൻ്റെ ഇഷ്യൂ ചിലർ ചോദിക്കുന്നുണ്ട്. കാറിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ അടുത്ത കാലത്താണ്, കാരണം നമ്മൾ ഒരെണ്ണം അവർ കാണുമ്പോൾ പിന്നെ കാണാത്തതെല്ലാം കയറി വരുമല്ലോ, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. കാറിൻ്റെ ഇഷ്യൂ ഞാൻ അടുത്ത കാലത്ത് കണ്ട ഒരു വീഡിയോയിൽ പ്രവീൺ ഒരു കാർ എടുക്കുന്നത് കണ്ടു. അച്ഛൻ്റെ കയ്യിൽ ഒരു കീ കൊടുത്തിട്ട് അച്ഛൻ കണ്ണൊക്കെ തുടയ്ക്കുന്ന ഒരു സീൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പുതിയ കാറായിരുന്നു, അത് വലിയ വർഷങ്ങളൊന്നും ആയില്ല, അധികം വർഷമൊന്നും ആയില്ല, വളരെ അടുത്ത സമയത്ത് ഒരു കാർ. അപ്പോൾ അച്ഛൻ കണ്ണ് അപ്പോൾ പ്രവീൺ പറയുന്നൊരു ഡയലോഗുമുണ്ട്, പിന്നെ അങ്ങനെ അച്ഛന് ഭയങ്കര മക്കളുടെ വളർച്ച കാണുമ്പം പാരൻസിന് ഭയങ്കര ഒരു സന്തോഷമാണ്, ആ കരച്ചിലാണ് അച്ഛൻ കരഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഹേർട്ട് ടച്ചിങ് ആണ് ഇപ്പോൾ ഉള്ള അവരുടെ ഒരു അവസ്ഥ വെച്ചുകൊണ്ട്. അപ്പോൾ ആ ഒരു കാറാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം കുറേ ഓഡിയൻസ് എഴുതിയിരുന്നു മൃദുല വീട്ടിൽ നിന്ന് കിട്ടിയ കാറാണ് ചേച്ചി കൊണ്ടുപോയതല്ലാതെ. പക്ഷേ പ്രവീൺ ആ ഒരു ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറ് വരെ ഞാൻ കൊച്ചുവിൻ്റെ പേരിലാണ് എടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കൊച്ചു പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ബാക്ക് പെയിൻ ആയതുകൊണ്ട് കേസ് ഒരു കാർ എടുത്ത് പറ്റുള്ളൂ എന്നൊരവസ്ഥ വന്നു, അങ്ങനെ എടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ കാറിൻ്റെ ഇഷ്യൂ ഞാൻ പറഞ്ഞത്, അല്ലാതെ മൃദുലയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാറിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ 2 കാറുണ്ടെങ്കിൽ ഒരെണ്ണം അവിടെ ഇട്ടിട്ട് പോകാമായിരുന്നില്ലേ? ഇല്ലേ? ആണ്. ഓക്കെ. നെക്സ്റ്റ് ഒരു ടീച്ചറായിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അതെന്താ ടീച്ചേഴ്സിനും ഒന്നും പ്രതികരിക്കാൻ പാടില്ലേ? ഡോക്ടേഴ്സ് വരെ പ്രതികരിക്കുന്നുണ്ട്, പിന്നെ ഇനി വെറും ടീച്ചറായിട്ടുള്ള എനിക്ക് അങ്ങനെ തോന്നിയില്ല. അതെനിക്ക് എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ. ടീച്ചറായാലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുമല്ലോ. ഓക്കെ. പിന്നെ ഒരാൾ പറഞ്ഞു വ്യക്തി വൈരാഗ്യം കൊണ്ടെന്ന്. എൻ്റെ പൊന്നു മക്കളെ, അങ്ങനെയൊന്നും പറയരുത്. ചേച്ചിക്ക് അവരോട് വ്യക്തി വൈരാഗ്യം ഉണ്ടെന്ന്. തീർന്നു കേട്ടോ. ഇതുകൊണ്ട് ആൻസർ പറഞ്ഞ് ഞാൻ നിർത്തി. എനിക്ക് എന്ത് വ്യക്തി വൈരാഗ്യം അവരോട് തോന്നാനായിട്ട്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട 2 കുട്ടികളാണ് പ്രവീണും പ്രണവും. അതിൽ പ്രവീണിന് എൻ്റെ മോൻ്റെ ഏജുണ്ട്, മൃദുലയ്ക്ക് എനിക്ക് തോന്നുന്നു പ്രണവിൻ്റെ ഏജാണ് എൻ്റെ മോൾക്ക്. അതായത് മൃദുലയ്ക്ക് പ്രണവിനൊക്കെ ഒരു ഏജാണ്. നമ്മളെല്ലാം ഇങ്ങനെ കാണുകയല്ലേ. അവരുടെ വീട്ടിലെ ഒരു ഭയങ്കര
എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി ആയതുകൊണ്ടാണ് ഞാൻ അന്ന് അത്രയും വേദനയോടെ ഇട്ടത്, അല്ലാതെ എനിക്ക് റീച്ച് കിട്ടാനോ ഒന്നിനുമല്ല. അപ്പം ഞാൻ ഈ 2 കുട്ടികൾ, എൻ്റെ മോൻ്റെയും മോളെയും പ്രായമുള്ള ഈ 2 കുട്ടികളുടെ അടുത്ത് എനിക്ക് എന്ത് വ്യക്തിവൈരാഗ്യം വരാനായിട്ട് ഒരിക്കലുമില്ല. നിങ്ങൾ എൻ്റെ ചാനൽ പരിശോധിച്ചറിയാം, ഞാൻ ഒരു സ്ഥലത്തു നിന്നും ഞാൻ എന്തിൻ്റെയെങ്കിലും ഇവരുടെ ചാനലിലെ വീഡിയോക്കാണ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. അതായത് അവർ അമ്മയും അച്ഛനും കൂടെ പോയി കുഞ്ഞിനെ എടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ, അതെനിക്ക് അത്രയും സന്തോഷമുള്ളതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. ഞാൻ വേറെ ഏതെങ്കിലും ഒരുപാടെണ്ണം ഉണ്ടല്ലോ, എനിക്കിഷ്ടമാണ് പേളിമാണിയുടെയൊക്കെ സംഭവങ്ങൾ. പേളിമാണിയുടെ ചാനൽ ഞാൻ സ്ഥിരം കാണുന്നതാണ്. പേളിമാണിയുടെ കുഞ്ഞിന് ഇങ്ങനെ എന്തെങ്കിലും എടുത്ത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടോ? ഇല്ല, ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അങ്ങനെ ഞാൻ ഇട്ടുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ അത് ഞാൻ അതിനും കൂടെ കോപ്പറേറ്റ് കൊടുക്കുമെന്തോ, അതൊരെണ്ണം ഇട്ടിട്ടുണ്ട്. അതെൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ ഇട്ടതാണ്. കാരണം അവരെല്ലാം ഒരുമിച്ച് കൂടിയെന്ന് വിചാരിച്ച് ഞാൻ ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ ഇട്ടതാണ്. അത് ഒരുപാട് ചാനലുകൾ ഒരുപാട് പേര് എടുത്തിടുന്നുണ്ട്, അങ്ങനെ ഇട്ടതാണ്. അല്ലാതെ ഞാൻ ഇവരുടെ ഒന്നും ഞാൻ എടുത്ത റീച്ച് കിട്ടാൻ വേണ്ടി ഇടുന്ന ഒരു ചാനലേ അല്ല. പിന്നെ ഇത് റീച്ച് കിട്ടിപ്പോയി, അത് ഞാൻ പോലും അറിയാതെ കിട്ടിപ്പോയൊരു കാര്യമാണ് കേട്ടോ, അല്ലാതെ ഞാൻ വിചാരിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ എനിക്ക് എൻ്റെ മോനോ മോളോ അവരോട് ഞാൻ ചലഞ്ച് ചെയ്യുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. എൻ്റെ ഈ കുട്ടികളുടെ പ്രായത്തിലുള്ള 2 കുട്ടികളോട് ഞാൻ എന്ത് പറയാനാണ്? എത്രയും പെട്ടെന്ന് അവർ ഒരുമിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് മാത്രം പ്രാർത്ഥിക്കുന്നു. ഇത്രയും പറയാൻ വേണ്ടി മാത്രം ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് ഞാൻ പറയല്ലോ, സ്പെഷ്യൽ താങ്ക്സ്. എനിക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇതിനകത്ത് കമൻസ് ഇട്ട ഓരോരുത്തരോടും, ഞാൻ അതിനകത്ത് കമൻറ്റിന് ലൈക്കും ലവൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പ്രത്യേകം നന്ദി ഞാൻ പറയുന്നു. പിന്നെ ഈ കുട്ടികളോട് എസ്പെഷ്യലി, ഞാൻ ഒന്നിനും വരുന്ന ഒരു വ്യക്തിയല്ല. എൻ്റെ ചാനൽ ഇനിയിപ്പോൾ പോയാലും പോയില്ലെങ്കിലും ഒന്നും ഞാൻ ഈ ഒരു ഇഷ്യൂ ആയിട്ട് ഈ കുട്ടികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ വരത്തില്ല. കാരണം അതാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ വെല്ലുവിളിക്കുന്നത് പോലെ ആയിപ്പോകത്തില്ലേ? അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്ന ആളൊന്നുമല്ല. പിന്നെ വീണ്ടും അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റ് ഞാൻ ഇവിടെ തീർക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത്. കാരണം 10 days പറഞ്ഞിട്ട് എൻ്റെ ചാനൽ ഇതുവരെ പോയിട്ടില്ല, മിക്കവാറും പോവില്ലായിരിക്കാം. മേ ബി ഇനി ഒരു 2 days കൂടെ ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്, സന്തോഷത്തോടെ ഇരിക്കുക. വീണ്ടും കാണാം നമുക്ക് പുതിയൊരു സബ്ജക്റ്റുമായിട്ട്.